ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബനാന ടോക്സ്. ഇന്ന് നമ്മുടെ വയനാട് സീരീസിന് ഡേ 2 ആട്ടോ. ഇപ്പൊ സമയം ഒരു 7 മണിയെങ്കിലും ആയിട്ടുണ്ട്. ആരും എണീച്ചിട്ടില്ല, ഞാൻ മാത്രമേ എണീച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാരും എണീറ്റിട്ടുണ്ടോ എന്ന് നോക്കിയാലോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ രാവിലെ ഇന്നലെ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് രാത്രി ഒരു 12 മണിയൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് 11 മണിക്ക് ഇന്ന് ഇവിടെ വെക്കേറ്റ് വേണം. രാവിലെ എവിടെയെങ്കിലും പോകാമല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ റിസോർട്ടിൽ വന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാതെ പോകുന്നത് മോശമല്ലേ. അതുകൊണ്ട് ഞാൻ രാവിലെ എല്ലാവരും പ്ലാൻ ചെയ്തു 5 മണിയാകുമ്പോഴത്തേക്കിന് അലാറം വെച്ച് ഇറങ്ങി ഫസ്റ്റ് തന്നെ പൂളിലോട്ട് പോകണമെന്ന്. എന്നിട്ട് ഞാൻ 5 മണി തൊട്ട് 5:30 ആക്കി, അലാറം 6 മണിയാക്കി, 6:30 ആക്കി, 7 മണിയായി. 7 മണിക്ക് ഫൈനലി ഞാൻ എണീച്ചു കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഇവിടെ ഒരു സെക്ഷൻ ആൾക്കാർ ഉറക്കാം. ഇവിടെ ആയിരുന്നു ഇന്നലെ നമ്മൾ ഉറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഈ ബിൽഡിങ്ങിലാണ് സച്ചുവും ചോയിലും മൊത്തത്തിൽ. പിന്നെ ആ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മൊത്തത്തിൽ. അവിടെ ചെന്നിട്ട് ഓരോരുത്തരും ഇപ്പം ഞാൻ കൊട്ടി വിളിക്കേണ്ട അവസ്ഥ. 5 മണിക്ക് പൂളിലോട്ട് ഇറങ്ങും, 6 മണിക്ക് പൂളിലോട്ട് ഇറങ്ങും, അത് കഴിഞ്ഞ് 8 മണിക്ക് ഒരുങ്ങി ഇറങ്ങും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ നിന്നാന്ന് പറഞ്ഞവരൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു. ഇന്നലെ രാത്രി 5 മണിക്ക് പൂളിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ ഗൈസാണിത്. ആരുമില്ല കേട്ടോ രാവിലത്തെ ടൈമിൽ പൂളില്. ഞാൻ ഓർത്തു രാവിലെ പൂളിൽ പോയി കാലിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാണ്. പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ മൊത്തം നനഞ്ഞ് കിടക്കുവാണ്. അവിടെ എന്തോ കുളമൊക്കെ ഉണ്ട്. എവിടെയാ ഷട്ടിൽ കളിക്കുന്നേ? രാവിലെ നമ്മൾ എല്ലാവരുടെ 2 കട്ടനൊക്കെ അടിച്ചിട്ട് ഷട്ടിൽ കളിയാട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശവാനെ വെല്ലിക്കയാണോ ഒരു ടീം? അയ്യോ വെല്ലിക്ക പരന്നടിക്കുക. ശവാനയ്ക്ക് വല്ലപ്പോഴും മാത്രം അടിക്കാൻ കിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും അടി എഴുന്നേറ്റ് നീ വിളിച്ചു. പക്ഷെ ഇന്നലെ പൂളിൽ കുളിച്ചോ, തൊണ്ടയ്ക്കകത്ത് വേനയും ഒക്കെ ഉണ്ട്. ഈ റിസോർട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ ടൈം വെച്ച് ഓരോ ആക്ടിവിറ്റീസിന് ഷെഡ്യൂൾ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തത് ഷട്ടിൽ ബാറ്റ് കളിക്കാനായിട്ടാട്ടോ. നീ ഇങ്ങനെ കിട്ടാ മതി കളിക്കാൻ അറിയാത്ത. ഇയാൾക്ക് അറിയത്തില്ല കേട്ടോ. നമ്മള് പിള്ളേരെ സെറ്റ് എല്ലാവരും കൂടെ ഷട്ടിൽ കളിച്ചതിന് നമ്മുടെ ഉമ്മുമ്മമാരൊക്കെ എന്തെടുക്കുവാന്ന് ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കിനാട്ടോ ഒരു കാഴ്ച കണ്ടത്. ഉമ്മമാര് രാവിലെ തന്നെ ചക്ക ഇടുക ഗായ്സ്. നമ്മുടെ വീട്ടിലെ കുടുംബക്കാരെല്ലാരും റിസോർട്ടിലുണ്ടായിരുന്ന ചക്കയെല്ലാം തോട്ടിയൊക്കെ ഇട്ട് പറിച്ചു ഗൈസ്. താമരച്ചക്ക കാണിച്ചു തരാതെ. അകത്ത് 4 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇവര് വന്നപ്പോ തൊട്ട് ഒത്തിരി ചക്കയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. മരത്തിലെ ചക്ക മൊത്തത്തിൽ പറിച്ചു. ഇനിയുണ്ടോ? ഈ പ്ലാവിന്നാണോ? തോട്ടിയൊക്കെ എങ്ങനെ കിട്ടി? തോട്ടി കമ്പി പൊന്തിക്കാൻ പറ്റാണ്ട് 2 ആളും കൂടിയിട്ടാണ് പൊന്തിക്കണത്. ആണോ? അയാളും പൊന്തിച്ചു പൊട്ടിക്ക് ചൊല്ലിയിലും മരം മൊത്തം ചക്കയാ. ഇങ്ങനെയൊക്കെ ചക്ക കണ്ട ആരാണെങ്കിലും പറിച്ചു പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ റിസോർട്ടിലൊക്കെ ഇല്ലേ ആരും ചക്കയൊന്നും പറിക്കൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പോത്തതേ ഉള്ളൂ. അതുകൊണ്ടാ നമ്മുടെ പാവം കുടുംബക്കാര് പറിച്ചത്. ഇതേ ഒരു മാവ് നിറയെ വാങ്ങാണ്ട്. പ്രശ്നത്താത്ത എവിടെ വന്നാലും മാങ്ങ വെറുതെ വിടൂല. ചക്ക കണ്ടിപ്പോ മാങ്ങയായി.
നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല. ഒന്നോതെ കൊമ്പ് സഹിതം. ആ ഞങ്ങള് വിചാരിച്ചതുപോലല്ല. അതെ. മഴ കൊണ്ടിട്ട് ഗൈസ്, ഫസ്റ്റ് നാട്ടിൽ കാണിക്കുന്നതിനാണ് വയനാട് വന്നപ്പോഴും കാണിക്കുന്നത്. അച്ചു അതെ. സച്ചു ഇത്രയും കുലിക്കിട്ട് ഒന്നേ വീണുള്ളൂ. പക്ഷെ ഫസനാഗച്ചിട്ട് കുലിക്കില്ലേ വിക്കറ്റോ കുഞ്ഞു വെച്ചോ. അവിടെ കുലിക്കല് നമ്മുടെ കത്തി വരെ പോയി ഗൈസ്. അവിടെ ഒരു സെറ്റ് ടീംസ് മൊത്തത്തിൽ ക്യാരംസ് കളിക്കുക. ഫസ്നാക്കിച്ച് തന്നെ ഈ മാവില് മാങ്ങാണ്ടേ. അതെ അതെ അതെ, വ്ളോഗിൽ അതുകൂടെ പറയാ. നീ ഈ മാവ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ മാവാണ്. ശരിക്കും ഇതൊക്കെയാട്ടോ വൈബ്. കൊള്ളാവോ? പുളിയുണ്ടോ? ഫസ്നത്താത്ത എവിടെ പോലും മാങ്ങ പറിക്കുമെന്ന് പറ. നമുക്ക് ഇത്രയും മാങ്ങ കിട്ടി കഴിച്ചു. ഇതിന്റെ നമ്മൾ ഈ ഒരു പ്ലാവും ഈ മാവും കഴിഞ്ഞിട്ട് ഇനിയുള്ളത് തന്നെ ഈ കമ്പിളി നാരങ്ങായ ഇവര് പറയുന്ന ബബ്ലൂസ് എല്ലാം പറക്കിയിടുക. ഇതെന്തെന്നറിയോ? മാങ്ങ വരഞ്ഞിട്ടില്ലേ, ഉപ്പും മുളക് ഇട്ടിട്ട് അടിക്കണം. ഇത് ഞാൻ എവിടെയാ കേട്ടിട്ട് അടിക്കണം. ഞങ്ങള് കഴിക്കും ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ചോന്നുള്ളില്ലേ കഴിയുമ്പോ മറ്റേ മൈബോസിനകത്ത് അറിയാവോ? മാങ്ങ പൂളിയിട്ട് പച്ചമുളക്, ഉപ്പ്, ചുമന്നുള്ളി. ചോന്നുള്ളി ഇടണം. അപ്പൊ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റ്. അതിൽ വെറും മുളക് പൊടി വേണ്ടേ? അത്ര മതിയല്ലോ കജി. ഇതാട്ടോ നമ്മുടെ റൂം. ഇവിടെ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെയാണ് സച്ചുവും ജോയിലും കിടക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി പേടിച്ചൊക്കെയാണ് കിടന്നത്, വല്ല കടുവയോ പുലിയോ ഒക്കെ വരുമെന്ന്. ഇതിൻ്റെ അകത്ത് ഈ ലെക്സ്ബർഗിൻ്റെ അകത്ത് ഒരുപാട് തൈകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതൊരു മാങ്ങാമരമാണ്. തൊട്ട് താഴെ കുഞ്ഞി ചക്ക. കടുവയൊക്കെ വരുമെന്ന് ഞാൻ പേടിച്ചാട്ടോ ഇതിൻ്റെ കിടന്നത്. ഇതൊക്കെ എന്ത് മരമാണെന്നൊന്നും എനിക്കറിയില്ല. പണ്ട് നമ്മളിങ്ങനെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴത്തേക്കിനായിരുന്നു ഈ കാപ്പി കാണുന്നത്. പിന്നെ നമ്മുടെ അപ്പുറമുള്ളൊരു ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു ഈ കാപ്പി. അന്നൊക്കെ ഈ സംഭവം നമുക്ക് എന്താണെന്ന് അറിയില്ലേ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കുരു ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ഞെരടി എവിടെയെങ്കിലുമൊക്കെ കളയുമായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് അത് കാപ്പിക്കുരു വരുന്നെന്ന്. പാറയൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് നടന്ന് കയറി അവിടം വരെ പോകണം. ഞാൻ ആദ്യം പോയി അടുക്കള ഡോറാണ് നോക്കിയത്. അടുക്കള ഡോറ് നോക്കിയപ്പോഴത്തേക്കിന് വർക്കല്ല. ഐ മീൻ ഡോർ ഓപ്പൺ ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ എല്ലാ ജനലും പോയി നോക്കി, ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ പോയി കൊട്ടി വിളിച്ചെണീപ്പിക്കുമായിരുന്നു. നമ്മൾ ഗേൾസും ഉമ്മമാരും എല്ലാവരും റിസോർട്ടിലുള്ള ചക്കയും മാങ്ങയൊക്കെ പറിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ബോയ്സ് ആയിട്ട് മൊത്തത്തിൽ അവരുടെ ഓരോ ആക്ടിവിറ്റീസുമായിട്ട് നടക്കുമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്നലെ രാവിലെ നമ്മൾ ചിക്കനകത്ത് ഇട്ടുകൊണ്ട് വന്ന ഐസാണ്. ഇത്ര നേരം ഇപ്പം സമയം എത്രയായി? ഇപ്പം സമയം 8:46 എന്നിട്ടും ഈ ഐസായിട്ട് ഒന്നും വലത്തില്ല. അപ്പം നിങ്ങളൊന്ന് ക്ലൈമറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കണ്ട അടുത്തത് മരം ഫസ്റ്റിലേക്ക് ഇവിടെ തൊട്ടിൽ ഓണർ പൊട്ടിച്ചോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മുടെ കുടുംബക്കാരി മൊത്തം ചാമ്പക്കര നോക്കണൊക്കെ മൂത്തുമ്മടുത്ത ചാമ്പയ്ക്കാൻ വരവാ. നമ്മള് ചിക്കനൊക്കെ കൊണ്ടുവന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നേ. നമ്മൾ അവിടുന്ന് മസാല ഒക്കെ തേച്ചോണ്ട് വന്നതാ. നമ്മള് പെട്ടി മുതലാക്കി തിരിച്ചെന്തായാലും പെട്ടി ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ട അവസ്ഥയില്ല. ഇപ്പൊ തിന്നണ്ട. എന്നിട്ടും നമ്മുടെ ഉമ്മ ഈ പ്ലാവിനകത്ത് ഏതോ ഒരെണ്ണം
വിളഞ്ഞാന്ന് പറഞ്ഞാൽ അടുത്തത് നോട്ടം ഇടാനായിട്ട് ഇരിക്കുക. ഓൾറെഡി നമ്മളൊരു 10-15 എണ്ണം പൊക്കി നോക്ക്. രണ്ട് 4 6 അടുക്കള 4 നിരപ്പുണ്ട്. അല്ല വണ്ടിക്കകത്തിരി ബാക്കി. ഇവിടെ അപ്പിടി ബോയ്സ് ഫുൾ അവിടെ ഇരുന്ന് ക്യാരംസ് കളിക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഗേൾസ് മൊത്തം മാങ്ങാപറിയും ഇതൊക്കെയാ. കളർ നോക്കടാ. ആളുകൾ ഫോട്ടോ എടുക്കാൻ നിന്നില്ലേ അവസ്ഥനാക്കി നിങ്ങൾ വരത്തില്ലല്ലേ? കാണിക്കും. ഒന്ന് പൂളാവോ? ഞാൻ കട്ട് ചെയ്തപ്പോ തന്നെ ഫുള്ള് കയറി വന്ന് ഗൈസ് നോക്കിക്കേ. ഇതിന്റെ അല്ലാതെ നേരത്തെ ഫസ്റ്റ് പൂളി വെച്ചതാണ്. ഗൈസ് കാന്താരിമുളക് ഇതും ഇവിടെ ആർക്കും വേണ്ട കേട്ടോ. ഒരു മരം നിറയെ കാന്താരിമുളക്. ഇത് മൊത്തം ഇപ്പൊ ഞങ്ങള് പറിക്കും. പഴുപ്പ് വരുന്നുള്ളോ? ഇതും മാങ്ങ അരിഞ്ഞിട്ടും വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടേ അങ്ങനെ പൊട്ടിക്കല്ലേ? കഴിച്ചോക്ക് പുളി ഇല്ലേ? പുളിയില്ലേ? ഇത് ഞാൻ പൊട്ടിക്കട്ടെ. ഉമ്മ എന്റെ ഐശത്തുമ്മ തിന്നിട്ട് പോകാവോ? ശരിയാ. മൈനോടും പറഞ്ഞാൽ മതി, അവര് സെറ്റാക്കി അടുക്കള കയറിയ സെറ്റാക്കി. ഞാൻ ചക്ക കൂട്ടാൻ വീട്ടിൽ പോകുന്നില്ല. കുഞ്ഞു മരത്തിൽ നിന്ന് കിട്ടിയതാ. ഇത് നിറയ്ക്കും ഞങ്ങളിപ്പോ. ഞങ്ങളിവിടെ പറിക്കാം. ഗൈസ് ഇവിടെ വന്നിട്ടാണെങ്കിൽ ഒരു കാന്താരി മരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന സമയത്താണെങ്കിൽ അത് ഫുള്ള് കാന്താരിയായിരുന്നു. ഇപ്പൊ ഫസ്റ്റിനകത്ത് അത് ഫുള്ള് പൊട്ടിച്ച് ഗൈസ്. ഇപ്പൊ ഒന്നുമില്ല. സച്ചുവും ഫസ്റ്റിനകത്തേയും കൂടെ. നമ്മൾ ആദ്യം വന്നപ്പോ ഈ മരം നിറയെ കാന്താരിയായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും ഓടിച്ചൊന്നുമില്ല കേട്ടോ. ഇനി വരുന്നവർക്ക് ഉപകരിക്കട്ടെ എന്ന്. കുറച്ചൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് മാക്സിമം എടുത്തിട്ടുണ്ട്. ഫാമിലി ടുഗദർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് ഗൈസ്. ഫാമിലി ടുഗദർ, ഗെറ്റ് ടുഗദർ. ആ ഈ ചെടി നല്ല രസവാ. ഒച്ചു കാണുവേ. മുല്ലയൊക്കെ ഉണ്ടാക്കി. അത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ നേരത്ത് പറിച്ചാ പോരെ. ഇപ്പഴേ പറിക്കണം. മണ്ണാവും. കിണറൊക്കെ കണ്ടോ ഗൈസ്. എന്നിട്ടുമുണ്ട് റിസോർട്ടിൽ ഓണർ പറഞ്ഞതേ ഇതൊക്കെ വെറുതെ പോത്തതേ ഉള്ളൂ, ഇവിടുന്ന് പിറക്കെടുത്ത് ദൂരോട്ട് കളയത്തുള്ളൂ, ഇതൊന്നും ആരും പറിക്കത്തില്ലെന്ന്. നമ്മളെങ്ങോട്ടാ പോന്നെ? പൂളിൽ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇവിടെ പിള്ളേർ ഐറ്റംസും വലിയവർ ഐറ്റം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇനി ലേഡീസ് എല്ലാവരും ഇപ്പൊ വരും. നമുക്ക് വേണ്ട ചക്കയും മാങ്ങയും ബബ്ലൂസും ഒക്കെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും ടൈമില്ല കേട്ടോ. 11 മണിക്ക് എന്തായാലും വെക്കേറ്റാ. അപ്പൊ അതിനു മുമ്പ് പൂളിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരെ സെറ്റ് എല്ലാവരുമായിട്ട് പൂളിലോട്ട് ഇറങ്ങുവാട്ടോ ചെയ്തത്. എന്തോ
ഇത് എന്നാ പറ്റി നല്ലോ എന്റെ ഐതു ബേബിയുടെ ചുണ്ടൊക്കെ വിറയ്ക്കുന്നു. സ്വിമ്മിംഗ് പൂൾ എല്ലാവരും എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ പോയ വിശേഷങ്ങള് ഞാൻ പാർട്ട് 2 ആഡ് ചെയ്യാട്ടോ. അപ്പൊ അതാരും മിസ് ചെയ്യണ്ട. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. ബൈ.